പൊതിയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇന്ന് നിഷാൻ ആരോഗ്യവാനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ പോലെയല്ല, ഇത്തവണ നീ ഉത്തരം പറയണം. ഓക്കെ, ഇത്തവണത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് INC ഇന്റർനാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ് കൂടുതൽ ചോദ്യങ്ങളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതായിരിക്കും മിക്ക ചോദ്യങ്ങളും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം, എന്നാണ് INC സ്ഥാപിതമായത്? 1885. ശരിയായ ഉത്തരം. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു അവരുടെ ആദ്യത്തെ മീറ്റിംഗ്. അവിടെയാണ് സ്ഥാപിതമായത്. ആരാണ് ആ സ്ഥാപകൻ? ആരാണ്? AO ഹ്യൂം. ശരിയായ ഉത്തരം AO ഹ്യൂം ആണ് INCയുടെ സ്ഥാപകൻ. ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. അതിൽ ആദ്യത്തെ സമ്മേളനത്തിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി അറിയില്ല. G. സുബ്രഹ്മണ്യ അയ്യർ. ഓർത്തു വെക്കേണ്ട പേരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി G. സുബ്രഹ്മണ്യ അയ്യർ. ആദ്യത്തെ പ്രസിഡന്റ് INC WC ബാനർജി. ഓക്കെ, INC എന്ന ആ പേര് നിർദ്ദേശിച്ചതാര്? ഇന്ത്യയുടെ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നുകൂടി അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ആ ഒരു പേര് നിർദ്ദേശിച്ചത്. എങ്കിൽ INC സ്ഥാപിതമാകുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു? ഡെഫറിൻ പ്രഭു. ശരിയായ ഉത്തരം. ഉത്തരം പറയുമ്പോൾ കുറച്ചുകൂടി ശബ്ദത്തിൽ പറയുക, കേൾക്കാം. വേണ്ട വേണ്ട, നീ ഉത്തരം പതുക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, നീ പതുക്കെ പറഞ്ഞാൽ മതി. ഇനി കുറച്ച് പ്രധാനപ്പെട്ട പ്രസിഡന്റുമാർ. INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? ബദ്രുദ്ദീൻ ത്യാബ്ജി. കറക്റ്റ് ആൻസർ. ആദ്യത്തെ വിദേശ പ്രസിഡന്റ് ജോർജ് യൂൾ. കറക്റ്റ് ആണ്. 1888 അലഹബാദ് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് 1917 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് ആനി ബെസന്റ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പക്ഷെ ആനി ബെസന്റ് ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ ഭാരതീയ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അതെ, ഓക്കെ, കറക്റ്റ് ആണ്. സരോജിനി നായിഡു. ഏതാ സമ്മേളനം എന്നറിയാമോ? 1925 കാൺപൂർ സമ്മേളനം. അബ്സല്യൂട്ട്ലി റൈറ്റ്. ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശിയാണ്. അതുപോലെ മറ്റൊരു വിദേശിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വിദേശിയാണ്. അദ്ദേഹത്തിന്റെ പേര് വില്യം വെഡൻബർഗ്. ഓക്കെ, വില്യം വെഡർബൺ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓർത്തു വെക്കുക. ജോർജ് യൂള് ആദ്യത്തെ വിദേശി, പക്ഷെ ഇത് 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വിദേശി വില്യം വെഡൻബർഗ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മഹാത്മാഗാന്ധി ഒരു തവണ മാത്രമാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഏത് വർഷം, ഏത് സെഷൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയണം. മര്യാദയ്ക്ക് പറ. 1924 ബൽഗാം സമ്മേളനം. 1924 കറക്റ്റ് ആൻസർ. നെഹ്റു. അതെ, നെഹ്റു. 1929 ലാഹോർ സമ്മേളനം. അതും കറക്റ്റ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ മലയാളി സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഫുൾ നെയിം ഒന്ന് ഓർത്തു വെക്കാം. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം 1897 അമരാവതി സെഷനിലാണ് പ്രസിഡന്റ് ആയത്. അല്ലല്ല, 1897 ഞാൻ പറഞ്ഞതാ. അദ്ദേഹം ഈ ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ചെറിയൊരു ഗാന്ധി വിരോധിയൊക്കെ ആയിരുന്നു. ഗാന്ധി അനാർക്കിസ്റ്റ് എന്നില്ല, അനാർക്കി. ഗാന്ധി ആൻഡ് അനാർക്കി. സി ശങ്കരൻ നായർ എഴുതിയ പുസ്തകം.
കോൺഗ്രസ് അധ്യക്ഷയായ രണ്ട് വനിതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആനി ബസന്റ്, സരോജിനി നായിഡു. അത് കഴിഞ്ഞ് മൂന്നാമതും ഒരു വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അതെ, രണ്ടാമത്തെ വിദേശി, മൂന്നാമത്തെ വനിത. ഓക്കെ, ആരാ പേരെന്താ? നെല്ലിസൺ ഗുപ്തയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷയായ മൂന്നാമത്തെ വനിത. ഈ കോൺഗ്രസില് രണ്ട് പാർട്ടികളുണ്ട്. രണ്ട് പാർട്ടികളല്ല, രണ്ട് ഭാഗങ്ങൾ. ഒന്ന് മിതവാദി ഗ്രൂപ്പ്, രണ്ട് തീവ്രവാദി ഗ്രൂപ്പ്. ആ രണ്ടിന്റെ നേതാക്കൾ ആരായിരുന്നു അറിയോ? മിതവാദി ഗോപാലകൃഷ്ണ ഗോഖലെ. അതെ, മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്രവാദികള് ബാലഗംഗാധര തിലക്. ഓക്കെ, ചോദ്യം അവര് ലാൽ ബാൽ പാൽ. അതാരൊക്കെയാണ് ആ ലാൽ ബാൽ പാൽ? അവര് തീവ്രവാദ സംഘത്തിൽ ആ ഒരു അതെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, ലാൽ ബാൽ പാൽ അവരും ഈ ഒരു തീവ്രവാദ സംഘത്തിലാണ്. ഇനി ഇത് പറയാൻ കാരണം ഈ തീവ്രവാദികളും മിതവാദികളും തമ്മിൽ ഒരു INC സെഷനിൽ പിരിയുകയുണ്ടായി. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പിളർപ്പാണ് 1907 സൂററ്റ് പിളർപ്പ്. സൂററ്റ് സ്പ്ലിറ്റ് എന്നൊക്കെ അറിയും. 1907 അന്നത്തെ INCയുടെ പ്രസിഡന്റ് ആരാ? അതായത് ഈ 1907 സൂററ്റ് സ്പ്ലിറ്റിന്റെ സമയത്തെ INC പ്രസിഡന്റ് രാഷ് ബിഹാരി ബോസ്. രാഷ് ബിഹാരി ബോസ് ആണ് ആ സമയത്തെ INC പ്രസിഡന്റ്, രാഷ് ബിഹാരി ബോസ്. അത് കഴിഞ്ഞ് ഇവര് വീണ്ടും ഒന്നിക്കുന്നുണ്ട് കേട്ടോ. 1914 അത് വേറെ ഇതാണ്. ഗാന്ധി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമ്മേളനവും 1916 ലക്നൗ സമ്മേളനമാണ്. അവിടെയാണ് ഇവര് വീണ്ടും ഒന്നിക്കുന്നത്. ഓക്കെ, അതെ, കറക്റ്റ്. ആ സമയത്തെ അധ്യക്ഷനാരാ? 1916 ലക്നൗ സെഷൻ അംബികാചരൺ മജുംദാർ. അത് വേറെയാണ്. ഇത് അംബികാചരൺ മജുംദാർ അല്ലെങ്കിൽ AC മജുംദാർ. ഞാൻ നിനക്ക് മനസ്സിലാകുമെന്ന് നോക്കാൻ വേണ്ടിയാണ് AC മജുംദാർ. അംബികാചരൺ മജുംദാർ ആണ് 1900 സൂററ്റ് സ്പ്ലിറ്റിന്റെ സമയം. രാഷ് ബിഹാരി ബോസ് 1907 സൂററ്റ്. അത് കഴിഞ്ഞ് 1916 അവർ ഒന്നിക്കുന്ന ലക്നൗ സമ്മേളനത്തില് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്ന ആ സമ്മേളനത്തിലെ പ്രസിഡന്റ് AC മജുംദാർ. നിഷാൻ പറഞ്ഞല്ലോ എന്നാണ് നെഹ്റു അധ്യക്ഷനായതെന്ന്. 1929 ലാഹോർ സമ്മേളനം. ആ ലാഹോർ സമ്മേളനത്തിൽ തന്നെയാണ് ഒരു ആശയം, പുതിയൊരാശയം, നമ്മുടെ ഇന്ത്യക്ക് എന്താണ് ആവശ്യം, ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. യെസ്, പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന INC സെഷനും 1929 ലാഹോർ സമ്മേളനമാണ്. സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? രണ്ടവണ ആയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അടുപ്പിച്ച 2 തവണ. 38 ഏതാ സെഷൻ? ഹരിപുര. അതെ, 1938 ഹരിപുര സമ്മേളനത്തിലാണ്. അത് പറയാം, ത്രിപുരയല്ല, ത്രിപുര വേറെ ഇപ്പോഴുള്ള ഒരു സംസ്ഥാനമാണ്. ഇത് ഒരു സ്ഥലമാണ്, മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അത് പറയാം. 1938 ഹരിപുര സെഷൻ, അതാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. രണ്ടാമത് തൊട്ടടുത്ത വർഷം തന്നെ 1939 ത്രിപുരയാണ് സ്ഥലം. ത്രിപുര ഞാൻ പറഞ്ഞു വേറെ സംസ്ഥാനം. ഇത് മഹാരാഷ്ട്രയിലുള്ള ത്രിപുരി എന്ന സ്ഥലം. അവിടെ 1939 അതാണ് സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. ആ ഒരു പ്രസിഡന്റ് ആയതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? യെസ്, യു ഗോട്ട് ഇറ്റ് നിഷാൻ. പനിമാറി വന്നപ്പോൾ നിഷാന്റെ സ്ട്രെങ്തും കൂടിയെന്ന് തോന്നുന്നു. ഇത് കറക്റ്റ് ആണ്. 1939 സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റായി മാറുകയായിരുന്നു. ഇലക്ഷൻ ആ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വന്ന പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസ്. ആരെയാ പരാജയപ്പെടുത്തിയേ? അതെ, ഗാന്ധി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ. യെസ്, പട്ടാഭി സീതാരാമയ്യ കറക്റ്റ് ആണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ പട്ടാഭി സീതാരാമയ്യക്ക്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ INC പ്രസിഡന്റും പട്ടാഭി സീതാരാമയ്യാണ്. INCയുടെ രാഷ്ട്രീയ ചരിത്രകാരനോ ഔദ്യോഗിക ചരിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ഇതേ പട്ടാഭി സീതാരാമയ്യ തന്നെ. അപ്പം ഓർത്തു വെക്കുക, അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകുന്നത്. അത് കഴിഞ്ഞ്
1939 ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയൊക്കെ പരാജയപ്പെടുത്തിയാണല്ലോ സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്. സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഇടയ്ക്കേറി പറയുകയാണെങ്കിൽ 38 ഹരിപുര സമ്മേളനം. അതില് പ്രശസ്ത ചിത്രകാരനായ നന്ദലാൽ ബോസിന്റെ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നു. ഗ്രാമീണ ചെണ്ടക്കാരൻ. അത് ഹരിപുരയില ചിലപ്പോ ചോദിക്കാം. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിന്റെ അത് പ്രദർശിപ്പിച്ച INC സെഷൻ 1938 സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് പ്രസിഡന്റായ ഹരിപുര സെഷനിലാണ്. അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് INCയുടെ രണ്ടാമതും INCയുടെ പ്രസിഡന്റ് ആയെങ്കിലും ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ അതെ മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയൊക്കെ തോപ്പിച്ചു വന്നതാണല്ലോ. ഒരുപാട് പ്രശ്നമായി അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ച് കഴിഞ്ഞ് അദ്ദേഹം പുതിയൊരു പാർട്ടിയും സ്ഥാപിച്ചു. അതേതാ? ഫോർവേഡ് ബ്ലോക്ക്. ഈ രാജിവെച്ച് കഴിഞ്ഞ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ പാർട്ടിയാണ്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ച ആ ഒരു സ്ഥാനത്തേക്ക് ആരാ പ്രസിഡന്റ് ആയ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതും അറിയാം. അതെ അതെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. INCയുടെ പ്രസിഡന്റ് ആയത് പക്ഷെ ഒരു ഒഴിവിലേക്കാണ്, രാജേന്ദ്ര പ്രസാദ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലം 1942. ആ കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ്, ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ മൗലാന അബ്ദുൽ കലാം മനസ്സിലായി. അദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ്. ഒരു കാര്യം കൂടി ഓർക്കുക, ഇത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രത്യേകതകൾ മൗലാന അബ്ദുൽ കലാം ആസാദിനുള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 1940 മുതൽ 46 വരെ ഇങ്ങനെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. അത് ഓർത്തോണം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒറ്റ ചോദ്യം കൂടി. ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞുള്ള ഇന്ത്യയിലെ ആദ്യത്തെ INCയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടാഭി സീതാരാമയ്യ. പക്ഷെ അദ്ദേഹം ആയിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു INC പ്രസിഡന്റ്? JB കൃപലാനി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ JB കൃപലാനി. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് പട്ടാഭി സീതാരാമയ്യ. അത് ചിലപ്പോൾ നമുക്കതൊരു മാറിപ്പോകുക, അത് ഓർത്തു വെക്കുക. അപ്പൊ എന്തായാലും KPSCയുടെ ഈ രണ്ടാം പാർട്ടിൽ INCയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. കൂടുതൽ ചോദ്യങ്ങളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നേസേ.